ഹല്ലേലൂയ. യേശുവേ ആരാധന. വിടുതലിനെ കുറിച്ച്, വിമോചനത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കാം. അണക്കരയിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കേൾക്കാറുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് വന്നിട്ട് ഒരുപാട് ജീവിതങ്ങളെ അഭിഷേകത്തിലൂടെ മോചിപ്പിക്കുന്നത് കാണാൻ പറ്റും. ബുദ്ധിയിലൂടെയല്ല, കൃപയിലൂടെ മോചിപ്പിക്കുന്ന ഒരു സംഭവം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 25-26. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കാര്യം പറഞ്ഞേ ഹല്ലേലൂയ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈ ബന്ധനങ്ങൾ അടിയണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മൾ നിരന്തരം സ്തുതിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചെങ്കിൽ മാത്രമേ, ശരിക്കും ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്തുതിച്ചെങ്കിൽ മാത്രമേ നമ്മളിലുള്ള അന്ധകാര ശക്തികൾ നമ്മെ വിട്ടുപോകുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 66-ന്റെ 1 മുതൽ 10 വരെയുള്ള വചനം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവർത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തി പ്രാഭവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ ഭീതിജനകമാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. രണ്ട് കാര്യം പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കാവൽക്കാരത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയൊരു ഭൂമികുലുക്കമുണ്ടായി എന്നാണ് ദൈവവചനം പറയും. കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. തടവുകാർ അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഭൂകമ്പം ഉണ്ടാകുന്ന അഭിഷേകം ഇറങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ആ വ്യക്തിയിൽ ചലനമുണ്ടാകും. ചലനമുണ്ടാകാത്തിന്ന് ആളുകൾക്ക് മാനസാന്തരങ്ങൾ കുറയുന്നു. ചലനമുണ്ടാകാതെ പോകുന്നു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങാത്തതുകൊണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങണമെങ്കിൽ യേശുവിനെ സ്തുതിക്കണം. നമ്മൾ ഈശോയാണ് ദൈവമെന്ന് ഏറ്റു പറയണം. അതായത് യോഹന്നാൻ 20, 28, 29 തോമാശ്ലീഹ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് സ്തുതിക്കണം. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ പോരാ, നല്ല ഉണർവോടെ കൈയടിച്ചേ. ഇന്ന് വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ആരാധന. ഭൂകമ്പം ഉണ്ടായി. എന്നിട്ട് പറയുകയാണ്, അത് അടുത്ത വചനം പറയാം, കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങുക, ജയിലിൻ്റെ അടിത്തറ കുലുങ്ങുക. ചില വ്യക്തികളൊക്കെ ഇതൊക്കെ അർത്ഥമാക്കുന്നത്, നമ്മൾ ചിലരൊക്കെ ജീവിക്കുന്നത് കാരാഗൃഹങ്ങളിലായിരിക്കും. ചില കുടുംബക്ക് ചില കാരാഗ്രഹമാണ്. അവിടെ കുടുംബ പ്രശ്നങ്ങളുടെ കാരാഗ്രഹം, വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത തകർച്ചകൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ഭിന്നതകൾ. ചില ബന്ധനത്തിൽ കഴിയാണ്, കുടുംബത്തിൻ്റെ ബന്ധനം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരുപാട് ദുരന്തങ്ങൾ കൂടെ കൂടെ സംഭവിച്ചുകൊണ്ട് കാരാഗ്രഹം, കാരാഗ്രഹത്തിൻ്റെ അനുഭവമാണ്. അവിടെ സമാധാനമില്ല. അവിടെ ബന്ധിക്കപ്പെട്ട് വളരാൻ പറ്റുന്നില്ല. ആത്മീയ വളർച്ച, ഭൗതിക വളർച്ച, കുടുംബ പ്രാർത്ഥനയും നടക്കുന്നില്ല. കുടുംബത്തിൽ തല്ലാണ്, വഴക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആ തടവറയിലത്തെ പോലത്തെ ഒരു അനുഭവം, സ്വാതന്ത്ര്യമില്ല, ഫ്രീഡമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്. എല്ലാം പറയും അച്ഛനും ബ്ലോക്കാ, കാര്യങ്ങൾക്ക് എന്തിനിറങ്ങിയാലും വലിയൊരു ബ്ലോക്ക് ഉണ്ട്. കാരണം അവിടെ അഭിഷേകം ഇറങ്ങാത്തതുകൊണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ പൗലോസും സീലാസിനെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. ചില സമയത്ത് എത്ര ആത്മീയ മക്കളായാലും ചില സമയങ്ങളിൽ അന്ധകാര ശക്തികൾ നമ്മെ പിടിച്ചുപൂട്ടാം. അത് ആരെയാണെങ്കിലും പിടിച്ചുപൂട്ടാം. എത്ര ഉയർന്ന ആത്മീയമായിട്ട് വളർന്നവരെ പോലും ഇത് ഇടയ്ക്ക് ഇത് ബന്ധിച്ച് കാരാഗ്രഹങ്ങളിലാക്കും. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.
ചിലപ്പോൾ ചില പാപത്തിന്റെ കാരാഗ്രഹം ഹോസിയ 5:4 പറയുന്ന പോലത്തെ വ്യഭിചാരത്തിന്റെ കാരാഗ്രഹമായിരിക്കും. അപ്പോൾ അവിടെ അതും അശുദ്ധി മാത്രമേ ഉള്ളൂ. ചില കുടുംബം, ചില വ്യക്തികളിൽ ഈ കാരാഗ്രഹത്തിൽ അവർ കഴിയുന്നത് പൈശാചിക പീഡയാണ്. അവർ ജടിക പാപങ്ങളാണ്. വ്യഭിചാരം, സ്വയം പോക, സ്വർഗതികളും, ബ്ലൂ ഫിലിം, അങ്ങനെയുള്ള കൂട്ടുകെട്ട്, അങ്ങനെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ലോകത്തേക്ക് അങ്ങ് വീഴുക. ആ കാരാഗ്രഹം അവർ കരകയറാൻ പറ്റാത്തൊരു ബന്ധനോ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ചില കുടുംബങ്ങൾ മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ചില ജ്യോത്സ്യൻ്റെ ഒക്കെ പിന്നാലെ പോയിട്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒതുങ്ങി വലിയ പാപത്തിൻ്റെ അസ്വസ്ഥതയുടെ, ദുഷ്ടാരൂപിയുടെ ശല്യങ്ങൾ പറയുന്ന പോലെ അസ്വസ്ഥതകളുടെ ഒരു കാരാഗ്രഹമാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരിക്കലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വലിയ സംഭവമാണ്. ഒരു കുടുംബത്തിൽ അവർ അഞ്ച് ആൺമക്കളുള്ള കുടുംബം. 5 ആൺമക്കളുള്ള കുടുംബത്തിൽ വലിയ വേദന വെച്ച് കഴിഞ്ഞാൽ 4 പേര് മരിച്ചുപോയി. 4 പേര് മരിച്ചത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന സംഭവം. 4 പേരും 40 വയസ്സിനും 40 വയസ്സും 45 വയസ്സിനും ഇടയ്ക്കാണ് മരിച്ചത്. കൂടെ അനർത്ഥം വന്നിട്ട് കുടുംബങ്ങൾ തകരുക. അവിടുത്തെ ബിഷപ്പാണ് എന്നോട് പറയുന്നത്, ഡൊമിനിക്കച്ച എന്തോ അറിഞ്ഞുകൂടാ, അവിടുത്തെ ഒരാളും കൂടി ഇനി മിച്ചമുള്ളൂ, അവരാകെ തകർന്നിരിക്കുക. അത് ഈ 4 പേര് മരിച്ച് അപകടപ്പെട്ട് മരിച്ചു. എന്താണെന്നറിയില്ല അച്ഛ, ആർക്കും എല്ലാവരും വിഷമിക്കുന്നുണ്ട്. അച്ഛനൊന്നും ആ മനുഷ്യനെ വിടാന്ന്. ഒരു 6-8 വർഷം മുമ്പാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത്. അത് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ ഭയത്തോടെ അത് വരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ കണ്ടുപാടെ പറഞ്ഞു, ചില കാര്യങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ പോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ മനുഷ്യൻ്റെ തലയ്ക്ക് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് ശക്തി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പിന്നീട് ഞാൻ അറിയുന്നുണ്ട് അച്ഛ, അന്നത്തെ ഒരു പ്രയർ കഴിഞ്ഞ് പിന്നെ ആ മനുഷ്യന് മാത്രമല്ല, ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ മുഴുവനും ഒരുപാട് പ്രശ്നങ്ങളുടെ കുടുംബമാണ്, ഒരുപാട് തകർച്ച. അന്ന് തൊട്ട് ആ കുടുംബത്തിൽ സമാധാനമാകാൻ തുടങ്ങി. പ്രൈസലോട് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ തുടങ്ങി, കർത്താവിൻ്റെ അത്ഭുതം ഇറങ്ങാൻ തുടങ്ങി, കർത്താവിൻ്റെ മാറ്റം. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ചില കുടുംബങ്ങളിൽ തിന്മയുടെ ചില അപകടങ്ങൾ, കാരാഗ്രഹം. ചില ദേശങ്ങൾക്ക് ഇത് വരാം. ടെറിട്ടോറിയൽ സ്പിരിറ്റ് എന്ന് പറയും. അത് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ അത് ശരിക്കും 13 മുതൽ 18 വരെയുള്ള 20 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും പേർഷ്യ രാജ്യത്തിൻ്റെ ഒരു കാവൽ ദൂതനെ, ടെറിട്ടോറിയൽ ചില സ്ഥലങ്ങൾ, ദേശങ്ങളൊക്കെ കണ്ടതിന് അന്ധകാര അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തിനിറങ്ങിയാലും തകർച്ച, ബിസിനസ്, ജോലി, കുടുംബം എല്ലാം. ചില സ്ഥലം അങ്ങനെയുണ്ട്. ചില കാരാഗ്രഹങ്ങളുടെ ബന്ധനം. പ്രൈസലോഡ്. വീണ്ടും ഈ കാരാഗ്രഹങ്ങൾ ചില മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങൾ. മദ്യപാനം ഒരു കാരാഗ്രഹവാസമാണ്. അവൻ ആ ചിലപ്പോൾ 10, 15, 20 വർഷം ഈ കാരാഗ്രഹത്തിൽ കഴിയുന്ന ആൾക്കാർ രക്ഷപ്പെടാൻ മേലാത്ത. അണക്കരയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വലിയൊരു മിറക്കിളുണ്ട്. അത് ഒരു മനുഷ്യന്, അദ്ദേഹം ശരിക്കും മലബാർ പ്രദേശത്തുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവും ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ ബന്ധുവിനോട് പറഞ്ഞിട്ട് ഇവർ ഈ മനുഷ്യനെ ഇവിടെ ധ്യാനത്തിന് കൊണ്ടുവരിക. ഇദ്ദേഹം മദ്യപാനി എന്ന് മാത്രമല്ല, മദ്യരോഗിയാണ്. രോഗം പിടിപെട്ടിട്ട് ചികിത്സിക്കുന്നുണ്ട്. ഈ ആലുവ പ്രദേശത്ത് എവിടെയോ ഒരു ഇങ്ങനെയുള്ള റെഡി അഡിക്ഷൻ സെൻ്ററിൽ കിടത്തി ആളിനെ ഇവർ പല പ്രാവശ്യം ചികിത്സ ചെയ്തു. 1 മാസം 2 മാസമൊക്കെ പിടിച്ചു നിൽക്കും. പിന്നെ വീണ്ടും ഇദ്ദേഹം പോയി കുഴിയോട്ട് വീഴുക. ശരിക്കും കാരാഗ്രഹത്തിലാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ഒരു പ്രത്യേക രീതിയിൽ അപ്പോൾ ഇവരോട് വെച്ചാൽ ധ്യാനത്തിന് വിട്ടോട്ടെ. അങ്ങനെ ഇവർ അവിടെ ധ്യാനത്തിന് വിട്ടു. ആൾ മദ്യപിച്ചുകൊണ്ടാണ് ധ്യാനത്തിന് വരുന്നത് തന്നെ. ധ്യാനത്തിൻ്റെ അന്ന് തന്നെ രാത്രി അദ്ദേഹം ഇറങ്ങിപ്പോയി. കാരണം ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നു. ഒരു ശനിയാഴ്ച വൈകിട്ട് വന്നിട്ട് അന്ന് രാത്രി തന്നെ ധ്യാനിക്കാൻ പറ്റുന്നില്ല. ആളിറങ്ങിപ്പോയി. ഞായറാഴ്ച വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്നെ വിളിച്ചു. അവിടെയുള്ള നാട്ടിലുള്ള വിളിച്ചാൽ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ, എങ്ങനെയും അച്ഛൻ ധ്യാനിപ്പിക്കാവോ, ആളാകെ തകർന്നായിരിക്കുന്നത്, ഞങ്ങൾ എന്ത് വേണം സഹായിക്കാൻ പറഞ്ഞാൽ വിടാൻ പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ ധ്യാനത്തിന് വന്ന ആളുകളുടെ കൂടെ വന്നിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാവേ കുറച്ചേ ഒരു രക്ഷയില്ല. ആളിങ്ങനെ ഡിസ്റ്റർബഡ്, ഇടയ്ക്ക് എഴുന്നേറ്റു, ആൾക്കൊന്നും വചനമൊന്നും കേൾക്കുന്നില്ല. ആളൊരു മാനസിക രോഗി, ശരിക്കും മാനസിക രോഗിയെപ്പോലെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചോ നടക്കണം. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. മദ്യം കിട്ടാതെ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലോട്ട് ആ മനുഷ്യനെത്തി. അങ്ങനെ ആ ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ടിടും. അപ്പം ഞാൻ മറ്റൊന്നും ചെയ്തില്ല. ധ്യാനം എങ്ങനെയും കുടിക്കാൻ പറഞ്ഞു. ആളത് കുമ്പസാരിച്ചു, കഷ്ടിച്ചൊരു കുമ്പസാരിച്ചു. അത് ആൾക്കൊരു ഓർമ്മയൊന്നും വ്യക്തതയോടൊന്നും കിട്ടുന്നുമില്ല. അപ്പം അങ്ങനെ ഒരു വിധത്തിലൊരു കുമ്പസാരമൊക്കെ നടത്തി. അങ്ങനെ ധ്യാനം നടന്ന അവസാനം ധ്യാനത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മണിക്കൂറിലൊരു കുർബാനയുണ്ട്. കുർബാന കഴിഞ്ഞിട്ട് അഭിഷേക പ്രാർത്ഥനയാണ്.
അപ്പോൾ കുർബാനയുടെ സമയത്ത്, കുർബാന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എനിക്ക് കിട്ടിയിട്ട് ശക്തമായിട്ടൊരു ബന്ധന പ്രാർത്ഥന നടത്തി. ഈ ബന്ധന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു അവിടെ ഇരിക്കുന്നിടത്തങ്ങ് എഴുന്നേറ്റിട്ട് ഒറ്റ അത് നിൽക്കുന്ന ആളെ ഭയങ്കരമായിട്ട് വയലൻ്റായി. അപ്പോൾ ആരെങ്കിലും കണ്ട ഡോക്ടർമാർ ആരെങ്കിലും ഇതറിയാന്ന് പക്ഷേ ഇത് വിഡ്രോവൽ സിൻഡ്രോമാണ്. മദ്യത്തിൻ്റെ അതിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ കാണിക്കുന്ന വളരെ ആളിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് സെഡക്ഷൻ കൊടുത്ത് കിടത്തിന്, അതല്ലാതെ വേറൊന്നും ആരും പറയില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ആരോടൊന്നും പറയും, എനിക്കെന്തോ അതെന്ത് വേറെ എന്തോ ഇത് അറിയില്ല, ഇത് ഡെലിവറി. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ചങ്ങല പൊട്ടുവേ, പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴാണ് ശരിക്കുള്ള ഡെലിവറി സംഭവം. ബാക്കിയുള്ളതൊക്കെ കുറച്ച് നാളത്തേക്കുള്ള ഡെലിവറൻസ് ഒക്കെ ഉള്ളൂ. പൂർണ്ണമായ വിടുതലുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങണം. ഒറ്റ വിളിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആള് ഭയങ്കര വയലൻ്റ് ആയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന കസേരയൊക്കെ തട്ടിമാറ്റി വലിച്ചെറിഞ്ഞ് കുറച്ച് പേര് കയറി പിടിച്ച്, ശുശ്രൂഷകരെല്ലാം പിടിച്ച് ഈ മനുഷ്യനെ കൊണ്ടുപോയി ഭിത്തി സൈഡിൽ കൊണ്ടുപോയി ഇരുത്തി. അത് പ്രയർ കണ്ടിട്ട് പിന്നെ കുർബാന സമയത്ത് ഇങ്ങനെ ഭിത്തിക്കെട്ട് ഇങ്ങനെ ആഞ്ഞിട്ടിക്കുന്ന കേൾക്കാം, കാർ ശബ്ദമൊക്കെ വെക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ശുശ്രൂഷകർ പറഞ്ഞു ഇദ്ദേഹത്തെ ബാക്കിലുള്ളിലും കൊണ്ട് ഇരുത്താൻ പറഞ്ഞു. ഹോളിൻ്റെ ബാക്കിലുള്ള ഒരു സ്ഥലം അവിടെ കടന്നപ്പോൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് അഭിഷേക പ്രാർത്ഥനയ്ക്ക് ആളുകൾ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം തന്നെ പോയിട്ട് കടിതത്തിൻ്റെ സ്വരം എല്ലാവർക്കും കേൾക്കാം, ഇതൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് യേശുനാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ആനപ്പോൾ തലയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ എടുത്ത് ഹോളിന് പുറത്തോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചാൽ എങ്ങോട്ട് കൊണ്ടുപോകണം? ഞാൻ പറഞ്ഞു ശുശ്രൂഷ ആളുകൾ കിടക്കുന്നിടത്തോട്ട് കൊണ്ടുപോകണ്ട, നിങ്ങൾ എൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോകണം. കിടക്കുന്നിടത്ത് കൊണ്ടുപോയി ചിലപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുറിയിൽ, അവിടെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ചെറിയ പ്രാർത്ഥിക്കുന്ന മുറിയുണ്ട്, ആ മുറിയിൽ കൊണ്ടുപോയി പുള്ളി ആളിനെ ഇരുത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ആളിനെ അങ്ങോട്ട് കൊണ്ടുപോയി ആളവിടെ പോയി ഇരിക്കും. അപ്പോൾ ഞാൻ പ്രയറെല്ലാം അങ്ങോട്ട് എൻ്റെ മുറിച്ച് ആളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, ഒന്നും അറിയത്തില്ല, കസേര കിടന്ന് ഇങ്ങനെ വളരെ അസ്വസ്ഥന. അപ്പോൾ ഞാൻ തലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു വെച്ചിട്ട് ഹോളി വാട്ട് തെളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കിടത്തുവോ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ പോയി. ഞാൻ എൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇത്രയും ഞാൻ എൻ്റെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അന്ന് ധ്യാനം കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി. സംഭവിച്ചത് ആ സമയത്ത് ഈ മനുഷ്യൻ്റെ മുഴുവൻ പൈശാചിക പീഡ ഒറിജിനലായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അഴിഞ്ഞ് ആള് സൗഖ്യപ്പെട്ടു. 2 ആഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ 2 സമ്മാനങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആളെൻ്റെ മുറി വന്നിട്ട് എന്നോട് അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു ഒരു പിടുത്തവും ഇല്ല. പ്രിസലോഷ്. അപ്പോൾ അച്ഛൻ ഞാൻ ഇന്നയാളാ. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കും, ആളുടെ മുഖം തന്നെ മാറിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അദ്ദേഹം ഒരു വലിയൊരു മിഷണറിയാണ്. പ്രിസലോഷ്. കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പോലെ. ശരിക്കുമുള്ള വിടുതല കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12:28-29 ഇത് വലിയ വചനം. അതായത് ബന്ധിക്കൽ എന്നൊരു കർമ്മമുണ്ട്, ശുശ്രൂഷയാണ്, പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. നമ്മൾക്ക് ബന്ധിക്കാൻ പറ്റില്ല. ചിലരിങ്ങനെ ബന്ധിക്കുന്നു പറഞ്ഞു, അതല്ല ബന്ധിക്കുക, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ബന്ധിക്കാൻ പറ്റുന്നതുമില്ല. പരിശുദ്ധാത്മാവ് ബന്ധിക്കുന്ന തലമുണ്ട്. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. അതായത് ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കും. അഥവാ ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യമേ അവനെ ബന്ധിക്കാതെ സാധിക്കും. ഇത് ബന്ധിക്കുന്നത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു ഡെലിവറി അതാണ് സംഭവിക്കേണ്ടത്. അത് സംഭവിക്കണമെങ്കിൽ ഞാൻ നിങ്ങളും കർത്താവായ ഈശോയെ ഹൃദയം തുറന്ന് സ്തുതിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ഈശോയെ ഹൃദയം തുറന്ന് വിശ്വസിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സത്യവിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ അരൂപിയുടെ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. ഈ അരൂപി പ്രവർത്തിക്കാതെ നമ്മൾ പ്രവർത്തിച്ചിട്ട് യാതൊരു കാര്യവും. ഇന്ന് എല്ലാവരും അവരുടെ കഴിവ്, എഫിഷ്യൻസി, ബുദ്ധി ഒക്കെ പ്രവർത്തിക്കും. അതൊരു കാര്യമില്ല. അത് ഇച്ചിരി കഴിയുമ്പം വീണ്ടും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്ന് കാണാൻ പറ്റും. ഒരിക്കൽ കുറേ നാൾ നിൽക്കുമ്പോൾ ഒരപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്ത് അവരുടെ കുഞ്ഞിനെ കൊണ്ടുവന്നു. കൊച്ചിനൊരു ശരിക്കും ഒരു 3.5 വയസ്സോളം പ്രായമുണ്ട്. കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞു അച്ഛാ കുഞ്ഞ് നടക്കത്തില്ല. എന്നുകൊണ്ട് ഇങ്ങനെ ഈ തറയിലോട്ട് കൊച്ചിനെ അങ്ങ് ഇരുത്തി. ശരിക്കും ഇരിക്കുക കൊച്ചൻ കടന്നു പോയി. കൊച്ച് 3.5 വയസ്സ് പ്രായമുണ്ട്, എഴുന്നേറ്റിട്ടില്ല. അവർ കരഞ്ഞോണ്ട്. അപ്പോൾ കൊച്ചിങ്ങനെ എൻ്റെ മുറിക്കകത്ത് ഇങ്ങനെ നീങ്ങുകയാണ്. അത് പ്രത്യേകം ഇങ്ങനെ നീന്തുക, നിലത്ത് കിടന്നിങ്ങനെ നീന്തുകയാണ്.
ഒത്തിരി സങ്കടം. അപ്പം ഞാൻ പെട്ടെന്ന് ഈശോയെ എന്ത് ചെയ്യണം? പരിശുദ്ധം എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ഈ അപ്പനോടും അമ്മയോടും നന്നായിട്ടത് കുമ്പസാരിച്ച് എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിന് കൂടുക, ഇവിടുത്തെ ആദ്യശനായ ശുശ്രൂഷ കൂടുക. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന സമയത്ത് ഡെലിവറി സംഭവിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വേറെ ആര് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കൈവച്ചിട്ട് ഞാനൊരു ഉപകരണം മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നൊരു സമയം, ആ രൂപി ഇറങ്ങിയാൽ ബന്ധനം. അല്ലാതെ വേറെ ആര് പ്രവർത്തിച്ചാലും കെട്ടഴിയില്ല. ലോകത്തിലെ എല്ലാം ഒന്നേറെ ഉള്ളവർ അരൂപിയാണ്. അഭിഷേകമുള്ള ആളുകൾ അവർ വെച്ചാൽ പോലും നടക്കില്ല. കാരണം വെച്ചാൽ അവിടെ അവർ വിശ്വാസത്തോടു കൂടെ നിൽക്കുമ്പോൾ അവരിലൂടെ ദൈവം പ്രവർത്തിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ ഒറ്റവിളി ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വേ ആരാധന, വിശ്വേ ആരാധന, വിശ്വേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള ആഴ്ചയിൽ അവിടെ ആദ്യ ശനിയാഴ്ചയിൽ ഈ അപ്പൻ്റെ അമ്മയോട് കുമ്പസാരിച്ചൊരുങ്ങിയിട്ട് ഈ കുട്ടിയായിട്ട്, പക്ഷെ ഞാനറിയുന്നില്ല ഇത്രയും ജനം വന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ആരാധന ഇങ്ങനെ നടത്തിക്കൊണ്ട് ശരിക്കും ആരാധന ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തുതിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ ചാടിച്ചു. പെട്ടെന്ന് ഞാൻ കാണുന്നു ഈശോ ഇങ്ങനെ എൻ്റെ ഈ ദിവ്യകാരണത്തിൽ തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ഇത് ഈശോ ആണല്ലോ ഞാൻ ചിന്തിക്കുക. അടുത്ത നിമിഷം ഞാൻ കാണുന്നത് നിലത്ത് കിടക്കുന്ന ഒരു കുട്ടിയുടെ കൈക്ക് പിടിച്ച് കർത്താവ് ഇങ്ങനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആ നിമിഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞങ്ങ് എഴുന്നേറ്റു. കർത്താവ് ആ കുഞ്ഞിനെ പരിപൂർണമായിട്ട് അങ്ങ് സുഖപ്പെടുത്തി ബന്ധിച്ച് ശരിക്കും ആ കുഞ്ഞ് പ്രവർത്തിച്ചതൊരു അന്ധകാര ശക്തിയാണ്. ആ അന്ധകാര ശക്തിയെ ദൈവം എടുത്തു മാറ്റുന്നു. കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞ് പോരാ ഒറ്റവിളി ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. വിശ്വ ആരാധന. ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹത്തെ പ്രതി സ്തുതിക്കണം. പൗലോസും ശീലാസും കീർത്തനം പാടി സ്തുതിച്ചെന്ന് പറയുമ്പോൾ അത് ഹൃദയം കൊണ്ടുള്ള അനുഭവിച്ചുള്ളൊരു സ്തുതിപ്പാണ്. ഈശോയെ അറിഞ്ഞ് സ്തുതിക്കുക, ഈശോ അറിഞ്ഞ് ആരാധിക്കുക. ഈശോ ദൈവമാണെന്ന് ഏറ്റുപറയുക, ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുക, രക്ഷകനാണെന്ന് ഏറ്റുപറയുക, ജീവിക്കുന്നവനാണെന്ന് ഏറ്റുപറയുക, ഉത്ഥിതനാണെന്ന് അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്ന അനുഭവം, ഭൂകമ്പം ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകും. ഇത് പല കുടുംബങ്ങളിലും അവർക്ക് അനുഭവം കിട്ടാത്തതിൻ്റെ കാരണം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പല വിചാരം ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന് ബിസിനസ്സും പണവും ഇതെല്ലാം കടന്നുകൊണ്ടുള്ള പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് സ്തുതിക്കുമ്പോൾ ഈ അഭിഷേകം നമുക്ക് സ്വന്തമാക്കി എടുക്കുവാനായിട്ട് പറ്റുക. ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന് പുണ്യവാന്മാരോട് ചേർന്ന് ദൈവജനത്തോട് നിൻമുഖമെൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയെ ആരാധ്യം യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു. പാപിനിയെ പോലെ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ് എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പൊ തന്നെ അടിയട്ടെ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു.
ഹൃദയത്തെ എല്ലാ കെട്ടും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.